ആണവ പരിപാടിയിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനാണോ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയത്? അങ്ങനെ ഒറ്റനോട്ടത്തിൽ തോന്നിയവർക്ക് പോലും ആ ധാരണകളെ തിരുത്തുകയാണ് ഇപ്പോൾ പുകയുന്ന ടെഹ്റാൻ. ഇസ്രായേലിന്റെ ലക്ഷ്യം, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം, പതിറ്റാണ്ടുകളായുള്ള ഒരു ശത്രുവിനെ നിശേഷം തകർക്കുക തന്നെയാണെന്ന് സുവ്യക്തമാകുന്നു. ഇറാനിലെ മർദ്ദക ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുമെന്ന് പറയുന്ന നെതന്യാഹു ലക്ഷ്യമിടുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനിയെ ഇല്ലാതാക്കൽ തന്നെയാണ്. ഖമേനിയെ ആധുനിക ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന നെതന്യാഹു ഇസ്രയേലിന്റെ പദ്ധതിയെ അമേരിക്ക വീറ്റോ ചെയ്തിട്ടും പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതേ നെതന്യാഹു ഇറാനിലെ ഭരണഘടനാ മാറ്റത്തിന് പ്രേരണ നൽകുന്നു. ഇറാനിൽ ആഭ്യന്തര കലഹത്തിന് ഇസ്രായേൽ ഒത്താശയും ചെയ്യുന്നു. ടെഹ്റാൻ പുകയുമ്പോൾ ഒഴിഞ്ഞു പോകാൻ പതിനായിരങ്ങളോട് ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ മാത്രമല്ല, അമേരിക്ക കൂടിയാണ്. ഈജിപ്തിലേക്കും അർമേനിയയിലേക്കും ഒക്കെ പലായനം ചെയ്യുകയാണ് ഇറാൻ ജനത. ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോഴും സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രമേയത്തിൽ ഒപ്പിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുകയും ചെയ്യുന്നു. ലോകരാജ്യങ്ങൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ഇടപെടുമോ, കണ്ടടയ്ക്കുമോ?